നമസ്കാരം സുഹൃത്തുക്കളെ, എന്താണ് ഞാൻ ഇൻട്രോയിൽ തന്നെ ഒരു മലയാളി സ്റ്റൈൽ പിടിച്ചു തന്നത്? വേറൊന്നുമല്ല, ഒരു ചേഞ്ച്, അത് നല്ലതല്ലേ? അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. എഗെയിൻ ലോങ് ടൈമായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇന്ന് എനിക്ക് പനി പിടിച്ചു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. ഒരു ഇതെടുക്കാനാണ്, ഫോട്ടോ എടുക്കാനായിട്ടായിരുന്നു ആ 2 പോലീസ് മാമന്മാരെ ഞാൻ പിടിച്ചു വെച്ചത്. നമ്മളിന്നൊരു സ്റ്റോറി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റോറി എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറി പറയാനായിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി പറയുന്നതിനേക്കാൾ മുമ്പേ വീഡിയോ ഇതിലൂടെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് കൂടെ ചെയ്ത് വെച്ചാൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മളുടെ ഇതിൻ്റെ സെക്കൻഡ് ചാനലാണ്, സോറി ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇത്. എൻ്റെ യൂട്യൂബ് സെക്കൻഡ് അക്കൗണ്ടെന്നല്ല പറഞ്ഞത്, എൻ്റെ ഗെയിമിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ച് കയറ്റിക്കോട്ടെ, വണ്ടി നല്ലപോലെ ലോവർ ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, നമുക്ക് കഥ പറഞ്ഞ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ കഥ പറഞ്ഞ് തുടങ്ങിയേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ഇതിനകത്ത് കയറി, നമ്മുടെ മൾട്ടിപ്ലെയർ കയറി. ചുമ്മാ എൻ്റെ ഈ ഒരു M5 GTR 630 അങ്ങനെ എന്താ പറയുന്നത്, ഈ വണ്ടി കൊണ്ട് ഞാൻ നമ്മുടെ അവിടെ ചെന്ന് ചുമ്മാ നമ്മുടെ അവിടെ പേര് പറഞ്ഞല്ലോ മൾട്ടിപ്ലെയർ ചെന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ. അപ്പോഴാണ് നമ്മൾ പഴയ ഒരു M5 ആൾ അൺലോക്ക് ആക്കിയിട്ട് ആൾ വണ്ടിയെ പ്രൈസ് കാര്യങ്ങളൊക്കെ രണ്ട് സെയിലിട്ടേക്കുമല്ലോ, അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾ പോയി. പുറകെ ഞാൻ ആ വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് അയാൾക്ക്, അതായത് അവരമ്മ കാർ എക്സ്ചേഞ്ച് സെയിൽ കാറ് അങ്ങനെ ഉണ്ടല്ലോ, ആ സെയിൽ കാർ പിടിച്ച് ഞെക്കിയിട്ട് ഞാൻ 0 അങ്ങ് കൊടുത്തു. അത് അയാളങ്ങ് മേടിച്ച്. ഇത്ര വിഷമം പിടിച്ചൊരു ടൈം, ഇതെൻ്റെ ദൈവമേ, അന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനപ്പം പെട്ടെന്ന് എൻ്റെ വണ്ടി കാർ സെയിലിലൂടെ കിടക്കുമായിരുന്നു. അപ്പം അതായത് നമ്മുടെ സെയിലിനവിടെ കിടക്കൂലേ, ഞാൻ അറിഞ്ഞ പോലുമില്ല എൻ്റെ വണ്ടി അൺലോക്കായി കിടക്കുകയെന്ന് തോന്നുമേ. അല്ല, ഞാൻ കാണിച്ച അഹങ്കാരമില്ലേ, ഞാനല്ലേ അവനെ പിടിച്ച് സെയിലിട്ട് 0 കൊടുത്തത്. അപ്പം എൻ്റെ വണ്ടി അൺലോക്ക് അല്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ വണ്ടി ഓട്ടോമാറ്റിക്കലി സെയിലോട്ട് പോയായിരിക്കണം, കാരണം സെയിലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സെയിലോട്ട് പോയായിരിക്കണം. അങ്ങനെ സെയിലിൽ പോയി. അപ്പം ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ തട്ടിയതാണെന്ന് തോന്നുന്നു, തട്ടി ആരെങ്കിലും വണ്ടി ആക്കി സെയിലിനകത്തോടാക്കിയ. ഞാൻ കയറിയപ്പോൾ യുവർ കാർ ഈസ് സോൾഡ് എന്ന് പറഞ്ഞ്, യുവർ കാർ ഈസ് സോൾഡ് എന്ന് പറഞ്ഞ് കാണിച്ച്. എൻ്റെ പൊന്ന് ദൈവങ്ങളെ, അപ്പം എനിക്കൊരു അതായത് ഞാൻ അങ്ങ് ഡള്ളായിപ്പോയി. ഇത്ര വിഷമിച്ച സമയമില്ല. അപ്പോൾ ഞാനാകെ വിഷമിച്ച്. അപ്പം എൻ്റെ സൗണ്ട് നല്ല ആയില്ല ഗൈസൊക്കെ. അപ്പോൾ ഞാൻ അങ്ങ് വിഷമിച്ചു പോയി. ഞാൻ ഇത്രയും വിഷമിച്ച സമയം ഇല്ലായിരുന്നേ. അപ്പം ഞാനങ്ങ് വിഷമിച്ച് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നൊരു സ്ഥിതിയായി. അങ്ങനെയില്ല, ഞാൻ വിഷമിച്ചു പോയി ഗൈസ്. ഞാനങ്ങനെ ഇന്ന് എങ്ങനെയാണ് എൻ്റെ ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ M5 അതേ ലുക്കിലല്ലെങ്കിലും ചെറിയ മാറ്റങ്ങളാണ്. റൂഫ് ബോക്സ് നമ്മൾ വെച്ചിട്ടില്ല. റൂഫ് ബോക്സിനൊക്കെ ഇനി എന്തുവാ 40-50 കോയിൻസ് വേണം. പിന്നെ അതുമാത്രം ഫ്രണ്ടിൽ ലൈറ്റിന് 30 കോയിൻസ്, മൊത്തം 80 കോയിൻസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ 80 കോയിൻസൊക്കെ ആയിട്ട് മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ വണ്ടി പഴയ ഒരു ഓവർ ലുക്കിനതായിട്ട് അതുവരെ നമ്മുടെ വണ്ടി ഇതിപ്പോൾ ഒരു സെക്കൻഡ് അക്കൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എങ്ങനെ എൻ്റെ അഹങ്കാരത്തിന് പോയതല്ലേ, ഞാനങ്ങനെ കൂടുതൽ വിഷമിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നില്ല. നമ്മുടെ വണ്ടി അങ്ങനെ കൊണ്ടുപോയി. അപ്പം ഞാൻ നേരെ എൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങി, ഒരു വേറൊരു അക്കൗണ്ട് ഗെയിമിൽ അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ വണ്ടി, അത് നമ്മുടെ വണ്ടിയാണല്ലോ, അവിടെ ഞാൻ അങ്ങോട്ട് എന്നിട്ട് ഒരു 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കളിച്ചിട്ടായിരിക്കണം എനിക്ക് ഇത് കിട്ടിയത്. അപ്പം ഈ വണ്ടി നമ്മളെ ഗിഫ്റ്റ് ബോക്സ് എല്ലാം ഓരോ വീഡിയോ കണ്ട് മേടിച്ച് കേട്ടോ. അത് ഗിഫ്റ്റ് ബോക്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം അത് കാണണം, അതായത് ഗിഫ്റ്റ് ബോക്സിൻ്റെ ലൊക്കേഷൻ്റെ വീഡിയോ കാണണം. ലൊക്കേഷൻ്റെ വീഡിയോ ഇരുന്ന് ഞാൻ കണ്ടുപിടിച്ച് ഗൈസ്. കൂടുതൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ വണ്ടി കയറി ഇങ്ങോട്ട് മേടിച്ച്. അപ്പോൾ ഇനി വേണം LCയും വേറൊരു വണ്ടി, അത് ഏതെങ്കിലും ഒരു ലക്ഷറി വണ്ടി കൂടെ മേടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് നമുക്കിനി വേറെ പരിപാടിയുള്ളൂ. അപ്പം LCയൊക്കെ ഒന്ന് മേടിക്കണം. നമ്മുടെ ഗെയിമിൽ നമ്മളിപ്പോൾ ഇല്ലാത്ത LC മാത്രമാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു ഡൗട്ട് വയ്ക്കട്ടെ. നമ്മുടെ വണ്ടി, അതായത് ഇപ്പം നമ്മുടെ വേറൊരു അക്കൗണ്ടിലൂടെ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ അറ്റം കൊണ്ടുവന്നാണ് പറയണത്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ശ്രദ്ധിച്ചോന്ന് വരില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നിങ്ങൾ ആരെങ്കിലും അബദ്ധത്തിൽ പോയി ഇങ്ങനെ കാണിക്കരുത്. ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ M5 ഉണ്ടല്ലോ, M5 എനിക്ക് സെയിലാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ. എൻ്റെ വണ്ടി എനിക്ക് സെയിലാവൂലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഇരിക്കുന്ന വണ്ടി, അതായത് ഒരു യെല്ലോ കളറിൽ, ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ലൈറ്റ്, പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കുത്തി കയറ്റി വണ്ടി ഇത് പവറാക്കണം. ബട്ട് പൊട്ടുന്ന സാധനമെല്ലാം ഇവിടെ സാധനം കൊണ്ട് വെച്ചേക്കുന്നത് നമ്മുടെ പൊട്ടുന്ന സാധനമല്ലേ, അങ്ങനെ അതൊക്കെ കയറ്റി വെക്കണം. ഭയങ്കര പടക്കക്കടയാക്കണം ഈ വണ്ടി, എന്നിട്ട് എനിക്കൊരു ഉറക്കമൊക്കെ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഞാൻ നോട്ടൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം പറ്റുമെങ്കിൽ അത് നോട്ടൊക്കെ എഴുതി സമയം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇടും. മേ ബി ചിലപ്പോൾ ഇടുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ബൈ ദ വേ ഞാൻ പറഞ്ഞുതരാം, തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കൊരു ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റൊന്നും ഇല്ല. നിങ്ങൾക്ക് എത്ര തരുന്നത് ഞാൻ മേടിക്കും. ഓക്കെ അപ്പോൾ നിങ്ങളെ ഓരോ ലൈക്ക് ടാർഗറ്റ് നിങ്ങളാണല്ലോ നമുക്ക് ലൈക്കൊക്കെ തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തരിക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒരു ഫോളോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ തുടർന്നൊരു വീണ്ടും വരാം. ബൈ. സോ ലവ് യു, ടേക്ക് കെയർ.